3 മാസമായി ഞാൻ എൻ്റെ മുടി വെട്ടിയിട്ട്. സോ അത്യാവശ്യം മുടിക്ക് നല്ല ലെങ്ത് വന്നിട്ടുണ്ട്. 2-3 മാസം കൂടുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മുടിയുടെ തുമ്പും വെട്ടിക്കൊടുക്കാറുണ്ട്, ബാങ്ക്സും വെട്ടിക്കൊടുക്കാറുണ്ട്. ഞാൻ +1 പഠിക്കുമ്പോഴാണ് ഞാൻ ഇത്രയും തിക്നെസ്സിൽ ബാങ്ക്സ് വെട്ടിയിടുന്നത്. എൻ്റെ അമ്മ എന്ത് സഹിക്കും, പക്ഷെ ഞാനും എൻ്റെ അനിയത്തിയും മുടി വെട്ടുന്നത് ഒഴിച്ചു. അപ്പോഴാണ് ഞാൻ 2 കിലോ മുടി വെട്ടിക്കൊണ്ട് ചെന്നത്. അതിനുശേഷം കുറച്ച് ദിവസം വീട്ടിൽ അടിനാശവും വെള്ളപ്പൊക്കമായിരുന്നു. പിന്നെ ഞാനൊരു കൺവിൻസിങ് സ്റ്റാർ ആയതുകൊണ്ട് കൺവിൻസ് ചെയ്ത് സ്വാഭാവികമായിട്ട് നമ്മൾ നല്ല തിക്നെസ്സിൽ ബാങ്ക്സ് വെട്ടിയിടുമ്പോൾ നമ്മൾ താഴോട്ടുള്ള മുടിയുടെ തിക്നെസ് കുറയും. ഞാൻ അത്യാവശ്യം എൻ്റെ മുടിയിലെ ഫ്രണ്ടിലെ ബാങ്ക്സ് നല്ല രീതിക്ക് തിക്നെസ്സിൽ വെട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ മുടിയുടെ തുമ്പ് നല്ല രീതിക്ക് കെയർ ചെയ്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പിന്നെ വേറെ ചൂല് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പൊ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ലായിരുന്നു എൻ്റെ മുടിയുടെ ടെക്സ്ചർ. ഒരു 3-4 വർഷം മുമ്പ് നല്ല ഡ്രൈ ഫ്രിസി ആയിരുന്നു. മുടി അഴിച്ചിട്ട് എവിടെയെങ്കിലും പോയ ഒരു നാഗവല്ലി സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അത്യാവശ്യം മുടി സൂക്ഷിക്കാനും മുടി എങ്ങനെ കെയർ ചെയ്യണമെന്നും മുടി ഫ്രിസ് ഇല്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കണമെന്നൊക്കെ പഠിച്ചതുകൊണ്ട് അത്യാവശ്യം മുടി ഒതുങ്ങി കിടക്കാറ്. ചെറിയ പിഴവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പറ്റിയ ഒരു 2 കിലോ മുടിയെങ്കിലും എൻ്റെ കയ്യിൽ പൊഴിഞ്ഞും പൊട്ടിയും ഇരിക്കാറുണ്ട്. കുറച്ച് വർഷം മുമ്പ് വരെ മുടി അഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിയുടെ തിക്നെസ് പയ്യെ കുറഞ്ഞു വന്നപ്പോഴത്തേക്കും പാടാൻ പഠിച്ചു. സോ ഇപ്പൊ ഞാനൊരു കുഞ്ഞുവാവേനെ കൊണ്ടു കിടക്കുന്നത് പോലെയാണ് ഞാൻ എന്റെ മുടിയെ കൊണ്ട് കിടക്കുന്നത്. പിന്നെ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ഹെയറിൽ കൊണ്ടുപോയി കട്ട് ചെയ്യാൻ നിൽക്കരുത്. ഒന്നെങ്കിൽ സിറം അല്ലെങ്കിൽ ലിവിൻ കണ്ടീഷണർ അതോ അല്ലെങ്കിൽ ഓയിലെങ്കിൽ അപ്ലൈ ചെയ്ത് ഒന്ന് ഫ്രിസ് ഫ്രീ ആക്കിയ ശേഷം മാത്രമേ ഹെയർ കട്ട് ചെയ്യാവൂ. ഞാനിപ്പോ കാണിക്കുന്നത് ബാങ്ക്സ് കട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ തന്നെ എന്റെ മുഖത്തിനനുസരിച്ച് സ്വന്തമായി കണ്ടുപിടിച്ചെടുത്ത ഒരു കട്ടിങ്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞുതരാം, ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഒറ്റ തവണയെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്റെ മുടിയുടെ ബാങ്ക്സ് വെട്ടിയിട്ടുള്ളൂ. അതെനിക്ക് അത്ര ഒത്തില്ല. സോ അതുകൊണ്ട് ഞാൻ എന്റെ മുടി സ്വന്തമായിട്ട് മാത്രമേ വെട്ടാറുള്ളൂ. മുടി സൂക്ഷിക്കുന്നതായാലും എണ്ണ തേക്കുന്നതായാലും മുടി കെട്ടുന്നതായാലും മുടി വെട്ടുന്നതായാലും അത് എന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് വേണം. അല്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയും വരത്തില്ല, ഒരു സമാധാനവും വരത്തില്ല. മുടി വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് മുടി വെട്ടാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുടിയൊക്കെ വളരും, പക്ഷെ മുടിക്ക് ഉള്ളു കാണത്തില്ല. പ്രത്യേകിച്ച് തുമ്പ് ഭാഗം ഒരു ചൂല് പോലെ ഒരു പ്രത്യേകതരം ഭംഗിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മുടി വളർത്തുന്നത്. നമ്മളെ മുടിയുടെ ഭംഗി ഇരിക്കുന്നത് അതിന്റെ നീളത്തിലും തിക്നെസ്സിലും മാത്രമല്ല, അത് നമ്മൾ എങ്ങനെ കൊണ്ടു കിടക്കുന്നു, എത്ര വൃത്തിക്ക് അത് സൂക്ഷിക്കുന്നു എന്നതിൽ. ഒരു കാലം വരെ എനിക്ക് ഇതിന്റെ ABCD അറിയില്ല. അമ്മ മുടി കെട്ടാതെ പുറത്തോട്ട് വിടത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിന്റെ വഴിയിൽ ഇറങ്ങിയിട്ട് മുടി അഴിച്ചിടും അമ്മ കാണാൻ. ഒരു പ്രായം കഴിഞ്ഞപ്പോഴല്ലേ ഇതിന്റെയൊക്കെ അർത്ഥം എനിക്ക് മനസ്സിലായത്. സോ ഇപ്പൊ ആരെങ്കിലും മുടി അഴിച്ചിട്ട് പോകുന്ന കാണുമ്പോൾ എന്റെ ഹൃദയം ഇങ്ങനെ പടപടായിരിക്കും. എന്റെ ഈ അൽക്കുലത്ത് മുടിയിൽ അങ്ങനെ ഇങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽ ഒന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് അഴിച്ചിട്ടുള്ള. തിരിച്ചു വരുമ്പോഴത്തേക്ക് കുരുങ്ങി ഇല്ലാണ്ടാവും. അങ്ങനെയാണ് ഞാൻ എന്റെ സിഗ്നേച്ചർ ഹെയർ സ്റ്റൈലായി മടക്കി വെക്കുന്ന പരിപാടി കണ്ടുപിടിച്ചത്. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല അതൊരു കണ്ടു. ബാങ്ക്സ് വെട്ടിയിടുന്ന സമയത്ത് ഒരു മെനയും കാണത്തില്ല, കാരണം ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ ചുരുണ്ട് കയറും. എന്റെ മുടി നാച്ചുറൽ ആയിട്ട് വേവി ടെക്സ്ചർ ആയതുകൊണ്ട് മുടി കുറച്ചു നേരം കഴിയുമ്പോൾ ചുരുളും. ആ സമയത്ത് ബ്ലോ ഡ്രയർ ഇല്ലാതെ തന്നെ മുടി നല്ല ഭംഗിക്ക് കിടക്കും. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ വെട്ടിയിട്ട് മാത്രം കാര്യമില്ല, അതിനനുസരിച്ച് മുടി വൃത്തിക്ക് കെട്ടി വെക്കാനും പഠിക്കണം. 1-2 ഹെയർ സ്റ്റൈൽ മാത്രം മുടിക്ക് ചേർന്നിട്ട് കാര്യം, ഒരു 5-6 ഹെയർ സ്റ്റൈലെങ്കിലും ചേരുന്ന രീതിക്ക് വെട്ടിയിടണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചാൽ. ശരി, എന്നാ ഓക്കെ, ബൈ.